പാലക്കാട്ട് നടന്നത് എന്തായിരുന്നുവെന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നു. എന്തൊക്കെ അന്തർധാരകൾ അവിടെ സജീവമായിരുന്നുവെന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. അവിടെ ബൈ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ UDF പ്രകടനം നടത്തുന്നതിന് മുന്നേ തന്നെ, കോൺഗ്രസിനും മുന്നേ തന്നെ തെരുവിലിറങ്ങി ശക്തി പ്രകടനം നടത്തിയത് മുന്നണിയിലില്ലാത്ത ഒരു പാർട്ടി SDPI. അതിനുശേഷമാണ് UDFിൻ്റെ വിജയ ആഘോഷങ്ങൾ പാലക്കാട്ട് നടന്നത്. നമ്മൾ കണ്ടതാണ്. അതേക്കുറിച്ച് SDPI നടത്തിയ പ്രകടനത്തെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ എന്തിനാണ് SDPI സന്തോഷിച്ച് ശക്തി പ്രകടനം നടത്തിയത്? അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കോൺഗ്രസോ UDFോ നേതൃത്വം എന്തെങ്കിലും പറയാൻ തയ്യാറായോ? ഇല്ല. അതാണ് പറയുന്നത്, പാലക്കാട്ടെ അന്തർധാരകൾ എന്തൊക്കെയാണെന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ SDPIയുടെ പ്രകടനം കണ്ടിട്ടും ഒന്നും മിണ്ടാതിരുന്ന കോൺഗ്രസിനെ കൃത്യം മനസ്സിലാക്കിയിട്ട് അവർ ഒരു പടി കൂടി മുന്നോട്ട് വന്നു. ആര്? SDPI കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി വിജയം അവകാശപ്പെട്ടു. ആര്? രാഹുൽ മാങ്കൂട്ടത്തിന് 10,000-ഓളം വോട്ടുകൾ നൽകിയത് തങ്ങളാണെന്ന്, SDPI ആണെന്ന് അതിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഷഹീർ ചാലിപ്പുറം വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത്, പരസ്യമായിട്ട്. മണിക്കൂറുകൾ 24 കഴിഞ്ഞിട്ടും ഇതേവരെ അതേക്കുറിച്ച് പ്രതികരിക്കാൻ UDF, കോൺഗ്രസോ, പ്രതിപക്ഷ നേതാവ് VD സതീശനോ, KPCC പ്രസിഡന്റ് K സുധാകരനോ, ഷാഫി പറമ്പിലോ, എന്തിന് ജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലോ ആരും മുന്നോട്ട് വരുന്നില്ല. ഇത് വളരെ നിഗൂഢമാണ്. അപ്പോൾ SDPIയുടെ നിലപാടിനെ തന്നെ പിന്തുണച്ചുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയും രംഗത്തുണ്ട്. അതായത് LDF ജയിക്കരുതെന്ന് മാത്രമല്ല, LDF 3-ാം സ്ഥാനത്ത് പോലും വരാൻ പാടില്ല. LDF 2-ാം സ്ഥാനത്ത് പോലും വരാൻ പാടില്ല. 2-ാം സ്ഥാനത്ത് BJP തന്നെ വരണമെന്നുള്ള പിടിവാശി എന്തിനാണ് ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കുള്ളത്? അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാണ്. അന്തർധാര എത്രമാത്രം സജീവമാണ് UDFും BJPയും മത തീവ്ര സംഘടനകളും തമ്മിലെന്നുള്ളതിൻ്റെ വ്യക്തമായ കാര്യങ്ങളാണ് ഈ പുറത്തു വരുന്നത്. അപ്പോൾ SDPI പറഞ്ഞത് എന്താണ്? അവർ പരസ്യമായിട്ട് പറഞ്ഞത്, ഞങ്ങൾ മണ്ഡലത്തിൽ ലഘുലേഖ വിതരണം ചെയ്തു. ഞങ്ങളുടെ പിന്തുണക്കാർക്കിടയിൽ, മുസ്ലിം സമൂഹത്തിലെ ഞങ്ങളുടെ പ്രവർത്തകർക്കിടയിൽ ലഘുലേഖ വിതരണം ചെയ്തു. LDFന് വോട്ട് കൊടുക്കരുത്, കൊടുത്താൽ BJP ജയിക്കും. അതുകൊണ്ട് UDF ജയിക്കണം, BJP 2-ാം സ്ഥാനത്ത് വരണം, LDF ഒരിക്കലും 3-ാം സ്ഥാനത്തൊന്നും മുകളിലേക്ക് കയറരുത് എന്ന സ്ട്രാറ്റജിയാണ് വർക്കൗട്ട് ചെയ്തതെന്ന് SDPI പറയുന്നു. ഇതേ സ്ട്രാറ്റജിയല്ലേ BJP വർക്കൗട്ട് ചെയ്തത്? ഇതേ സ്ട്രാറ്റജിയല്ലേ UDFും കോൺഗ്രസും വർക്കൗട്ട് ചെയ്തത്? അപ്പോൾ എല്ലാം ഒരേ തൂവൽ പക്ഷികളാണെന്ന് വീണ്ടും തെളിയുന്നു. പാലക്കാട്ട് ഒരു പരീക്ഷണശാലയാണ് ഈ ഒരേ തൂവൽ പക്ഷികളുടെ, മഴവിൽ സഖ്യത്തിൻ്റെ പരീക്ഷണശാലയാണ്. പണ്ട് വടകര നടന്നതുപോലെ, അതിൻ്റെ പണ്ട് ബേപ്പൂര് നടന്നതുപോലെ അതിൻ്റെ മറ്റൊരു ആവർത്തനമാണ് നമ്മൾ പാലക്കാട്ട് ഇപ്പോൾ കണ്ടത്. ഇലക്ഷനിൽ വന്ന കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ RSSനെ തള്ളിപ്പറയാതെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതും അതിലും സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. BJPയിൽ നിന്ന് രാജിവെച്ചു. പക്ഷേ എന്തുകൊണ്ട് RSSുമായിട്ടുള്ള ബന്ധം സന്ദീപ് വാര്യർ അവസാനിപ്പിക്കുന്നില്ല? RSSൽ നിന്നുകൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കാമെന്നാണ് സന്ദീപ് വാര്യരും തെളിയിക്കുന്നത്. മൃദു ഹിന്ദുത്വം വെച്ചുകൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കാം, നേതാവാകാമെന്നാണ് VD സതീശനും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. RSS ശാഖയ്ക്ക് കാവൽ നിൽക്കാം കോൺഗ്രസിൽ നിൽക്കുമ്പോൾ എന്നാണ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് തെളിയിച്ചിരിക്കുന്നത്. എന്തൊക്കെ നമ്മൾ കാണണം ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഇതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുനമ്പം വഖഫ് ഭൂമി തർക്ക പ്രശ്നത്തിൽ ക്രിസ്ത്യൻ സഭ, ലത്തീൻ കത്തോലിക്ക സഭ രംഗത്ത് വരികയും അവരെ അന്വയിപ്പിക്കാൻ ചില UDFിലുള്ള ചില പ്രധാന പാർട്ടികൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ ശ്രമിക്കുകയൊക്കെ ചെയ്ത് നമുക്കറിയാം. പാലക്കാട്ട് അസംബ്ലി മണ്ഡലത്തിൽ 6,000 ക്രിസ്ത്യൻ വോട്ടുകൾ, 6,000-ഓളം ഉണ്ട്. ആ ക്രിസ്ത്യൻ വോട്ടുകൾ ഒന്നടങ്കം BJPക്ക് കിട്ടുമെന്ന് പ്രചാരണം അഴിച്ചുവിട്ടു, നിശബ്ദ പ്രചാരണം അഴിച്ചുവിട്ടു. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ ഈ മുനമ്പം വിഷയത്തിൻ്റെ പേരിൽ പാലക്കാട് ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് കിട്ടിയില്ല. ആ വോട്ടുകൾ LDFിനും പോയില്ല, അതും UDFിലേക്ക് പോയി. കണക്കുകൾ നോക്കിയാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്.
അപ്പം അതും നടന്നില്ല. ഇനി ഇപ്പം കേൾക്കുന്നത് എന്താണ്? ഇതാണ് പാലക്കാടിൻ്റെ പിക്ചർ. പാലക്കാട് തന്നെ പാലക്കാട് BJPക്കാരിയ നഗരസഭ ചെയർപേഴ്സൺ, മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ സുരേന്ദ്രനും BJP നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. തോറ്റതിന്, സി കൃഷ്ണകുമാർ തോറ്റതിന് ഞങ്ങളെ പിടിക്കേണ്ട, തോറ്റതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, അത് കേന്ദ്ര നേതൃത്വത്തിനും അറിയാം, കെ സുരേന്ദ്രന് ഉത്തരം പറയണം എന്ന നിലപാടിലേക്ക് പാലക്കാട്ടെ BJP നേതൃത്വം നഗരസഭയിലെ നേതൃത്വം മാറിക്കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ വോട്ട് മറിച്ചു, ശോഭാ സുരേന്ദ്രൻ അട്ടിമറിച്ചിട്ടാണ് സി കൃഷ്ണകുമാർ തോറ്റത് എന്നുള്ള പ്രചാരണത്തിന് അടിസ്ഥാനമില്ലെന്നും എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ല എന്ന് പോയി പ്രവർത്തകരോട് ചോദിക്കുമെന്നും ആണ് പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞത്. അപ്പോൾ BJPയിലെ ആഭ്യന്തര കലഹം വലുതായി. ഈ വലുതായ ഘട്ടത്തിലാണ് നേതൃയോഗം ചേരുന്നത്. നേതൃയോഗത്തിൽ ഇതൊന്നും വലിയ ചർച്ചയാവില്ല. കാരണം നിലവിൽ BJPയുടെ നേതൃസ്ഥാനത്ത് ഒരു മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര നേതൃത്വം ശ്രമിച്ചാലും സാധിക്കില്ല. കേന്ദ്ര നേതൃത്വം എന്താണ് ചിന്തിക്കുന്നത്? അവർക്കിപ്പോൾ തന്നെ അറിയാം, കേരളത്തിൽ BJP വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളുടെ കണക്ക് നോക്കിയാൽ 15% നിന്നും കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ 20% മുകളിലേക്ക്, ചില മണ്ഡലങ്ങളിൽ 23% ഒക്കെ വോട്ട് നേടുന്ന ഒരു പാർട്ടിയായിട്ട് BJP വളർന്നിട്ടുണ്ട്. അത് നമുക്കെല്ലാം അറിയാം, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനും അറിയാം. പക്ഷെ ഈ വളരുന്നതനുസരിച്ച് ആ വളർച്ചയെ ബലപ്പെടുത്തി മുന്നോട്ട് നയിക്കാൻ പാർട്ടിക്ക് നല്ല നേതാക്കന്മാരില്ല. മുഴുവൻ ഗ്രൂപ്പ് നേതാക്കളാണ്. ആരൊക്കെ എടുത്താലും വി മുരളീധരനാവട്ടെ, കെ സുരേന്ദ്രനാവട്ടെ, ശോഭാ സുരേന്ദ്രനാവട്ടെ, PK കൃഷ്ണദാസ് ആവട്ടെ, ഏത് നേതാക്കളെ എടുത്താലും എല്ലാവരും ഓരോ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനറിയാൻ കേരളത്തിൽ BJPയെ നയിക്കാൻ കഴിവുള്ള, സമവായത്തിലൂടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും വളർത്താനും അതിനെ നേതൃനിരയിൽ നിന്നുകൊണ്ട് നയിക്കാനും പറ്റുന്ന ഒരു നേതാവ് കേരളത്തിലില്ല. അപ്പൊ കേന്ദ്ര നേതൃത്വത്തിന് ആകെ ഒരു താല്പര്യം സുരേഷ് ഗോപിയോടൊക്കെ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അദ്ദേഹം തൃശ്ശൂരിൽ ജയിച്ചു. സുരേഷ് ഗോപി ഒരു കാര്യത്തിലും കേരളത്തിലെ നേതാക്കളെ BJP നേതൃത്വത്തെ പരിഗണിക്കുന്നില്ല, അവരെ മൈൻഡ് ചെയ്യുന്നില്ല. ആ വാക്കാ പറയേണ്ടത്, മൈൻഡ് ചെയ്യുന്നില്ല. വേദിയിലിരുത്തി അവരെ അവഹേളിക്കുന്ന പരിപാടി തന്നെ സുരേഷ് ഗോപി തുടരുന്നു. കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ കെ സുരേന്ദ്രൻ്റെ അടുത്ത് ഇരിക്കാൻ പോലും സുരേഷ് ഗോപി തയ്യാറായില്ല. വേദിയിൽ നമ്മൾ എൻ്റെ വീഡിയോ കണ്ടതാണ്. ആദ്യം സീറ്റ് ഒഴിച്ചിട്ടത് കെ സുരേന്ദ്രൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ്. BJP സംസ്ഥാന അധ്യക്ഷന്റെ തൊട്ടടുത്ത് സുരേഷ് ഗോപി MP ഇരിക്കണം. പക്ഷെ അവിടെ നിന്ന് ഇരുന്നിട്ട് പുള്ളി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, അതായത് ഈ കസേരയ്ക്ക് എന്തോ ആണി തറച്ചതുപോലെ, സ്ക്രൂ വെച്ചതുപോലെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സുരേഷ് ഗോപി അപ്പുറത്തിരുന്ന BJP നേതാവിനെ പിടിച്ച് ഇപ്പുറത്തിരുത്തിയിട്ട് അദ്ദേഹം മാറിയിരുന്നു. ഒരാൾ അകലത്തിൽ മാറിയിരുന്നു. കെ സുരേന്ദ്രനിൽ നിന്ന് ഒരാൾ അകലത്തിൽ മാറിയിരുന്നു. സുരേന്ദ്രൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ആ വീഡിയോയിൽ. സുരേഷ് ഗോപി കെ സുരേന്ദ്രനെ ഫലത്തിൽ അവഹേളിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. ആ വീഡിയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ സുരേഷ് ഗോപിയുടെ ഒരു ഒറ്റയാൻ യാത്രയാണ്. സുരേഷ് ഗോപി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തോട് മാത്രമേ ഇടപെടാറുള്ളൂ. സംസ്ഥാന നേതാക്കളെ പുല്ലുവിലയ്ക്ക് പോലും അദ്ദേഹം എടുക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ BJPക്ക് ഒരു പുതിയ നേതാവിനെ എങ്ങനെ കണ്ടെത്തും? ഈ പാർട്ടിയെ നയിക്കാൻ അണികളുണ്ട്, പക്ഷെ നേതാവില്ല. അതാണ് BJPയുടെ പ്രശ്നം. അണികളുണ്ട്, പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 അക്കൗണ്ട് തുറക്കാൻ നിയമസഭയിൽ ഒരു 3-4 MLA-മാരെയെങ്കിലും എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവ് BJPക്ക് കേരളത്തിൽ ഇല്ല എന്നതാണ് BJPയുടെ ദുരന്തം. എത്രയോ നാളുകളായിട്ട്, കഴിഞ്ഞ 2-3 ദശാബ്ദങ്ങളായിട്ട് BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ നേതൃദാരിദ്ര്യം. വരുന്ന നേതാക്കളെല്ലാം പ്രതീക്ഷ ഇല്ലാതാക്കുന്നവരാണ്. പ്രവർത്തകരിൽ ഒരു പ്രതീക്ഷ അവർ ഉണർത്തുന്നില്ല. അപ്പൊ BJP നയിക്കാൻ ഇനി ആര് വരും? ആർക്കറിയാം? അതാണ് അവസ്ഥ.